കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിയെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. 3 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടിരുന്നത്. കടവന്ത്ര RK അപ്പാർട്ട്മെന്റിൽ അർജുൻ ആയങ്കിയുമായി കോതമംഗലം പോലീസ് തെളിവെടുപ്പ് നടത്തി. ആജ്ഞ രവീന്ദ്രൻ, അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് ഉൾപ്പെടെ വലിയ കോലിളക്കമുണ്ടാക്കിയതാണല്ലോ. അപ്പോൾ എന്താണ് നിലവിലത്തെ സാഹചര്യം? എന്താണ്, എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡി? എന്തായാലും കോതമംഗലം കോടതിയുടെ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്, പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്. കടവന്ത്ര RK അപ്പാർട്ട്മെന്റിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ കോതമംഗലം പോലീസിനാണ് ആയങ്കിയെ കൈമാറിയിരിക്കുന്നത്. നമുക്കറിയാം, കോതമംഗലം SHO പ്രശാന്തിനെയും അതുപോലെ തന്നെ ഊന്നുകൽ SHO ആദർശിനെയും ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ കേസാണ്. കോതമംഗലം SHO ആദ്യഘട്ടത്തിൽ ഈ അർജുൻ ആയങ്കിയും സുഹൃത്തുക്കളും കോതമംഗലത്ത് ഒരു വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു റിസോർട്ടിലെത്തിയപ്പോൾ അർജുൻ ആയങ്കിയെയും മറ്റ് 5 പേരെയും അവിടെ നിന്നും ഈ CI പ്രശാന്ത് അറസ്റ്റ് ചെയ്തു. തുടർന്ന് 21 ദിവസം അവർക്ക് അത് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് സംഘടിത കുറ്റകൃത്യത്തിനുള്ള ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന കേസിലാണ് അർജുൻ ആയങ്കിയും സുഹൃത്തുക്കളെയും അന്ന് അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഉണ്ടായ വൈരാഗ്യമാണ് ഈ അർജുൻ ആയങ്കിയെ ഇത്തരത്തിലൊരു സോഷ്യൽ മീഡിയ പോസ്റ്റിലേക്ക് നയിച്ചതും കോതമംഗലം SHOയ്ക്കെതിരെ പെൻഷൻ വാങ്ങേണ്ടുന്ന സാഹചര്യം ഉണ്ടാകില്ല തുടങ്ങി ഭീഷണിയൊക്കെ ഉയർത്തുന്ന സാഹചര്യത്തിലേക്ക് പോയതും. തുടർന്നാണ് ആ വിഷയത്തിൽ ഊന്നുകൽ SHO കേസെടുക്കുന്നതും ഊന്നുകൽ പോലീസാണ് ഇതിൽ കേസെടുത്തതും. ഇതിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളുന്ന സാഹചര്യത്തിൽ ഈ ഊന്നുകൽ CI ഇദ്ദേഹത്തെ പിടികൂടാൻ ഉള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രകോപനത്തിന് കാരണം. സുഹൃത്തുക്കളുടെ ലൊക്കേഷൻ കണ്ടെത്തി, താൻ കീഴടങ്ങാനിരുന്നതായിരുന്നു, സുഹൃത്തുക്കളുടെ ലൊക്കേഷൻ കണ്ടെത്തി അതിലേക്ക് തന്നെ സുഹൃത്തുക്കളുടെ ലൊക്കേഷൻ വഴി തന്നെ പിടികൂടാമെന്നുള്ള നീക്കമാണ്. എന്നാൽ പിന്നെ തന്നെ ഒന്ന് പിടികൂടൂ എന്നുള്ള വെല്ലുവിളിയുമായിട്ടാണ് ആദ്യം അർജുൻ ആയങ്കി ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്നത്. പിന്നീട് ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. അത്തരത്തിൽ എൻറ്റയർ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസിനെ വെല്ലുവിളിക്കുന്നു, ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, ഭരണ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നു. അത്തരത്തിലുള്ള ഒരു മുഴുവൻ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോയത് തന്നെയാണ്. അങ്ങനെയാണ് പോലീസ് അർജുൻ ആയങ്കിയെ പിടികൂടുന്നതും തുടർന്നുണ്ടായ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും 2 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. കോതമംഗലം പോലീസിനാണ് കസ്റ്റഡി നൽകിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ കടവന്ത്ര RK അപ്പാർട്ട്മെന്റിൽ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം 2 ദിവസത്തിന് ശേഷം അർജുൻ ആയങ്കിയെ 3 ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. 2 ദിവസത്തേക്കാണ് നിലവിൽ കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇന്നും നാളെയുമായിട്ട് മറ്റു തെളിവെടുപ്പുകളും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കും. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും. എന്നാലും അർജുൻ ആയങ്കി ഇപ്പോൾ കോതമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അർജുൻ ആയങ്കിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ആജ്ഞ വരും സമയങ്ങളിൽ തരും. സ്പോട്ടിലേക്ക് പൂർണ്ണമാവും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.